നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥർ തെരുവിലേക്ക്. സർക്കാർ ഉദ്യോഗം എന്നാൽ നാട്ടിൽ ഇന്നും വെയിറ്റാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെയാവണം എന്നാണ് അമ്മമാർ പറയുന്നത്. പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടാതെ വരുമ്പോൾ പെൺകുട്ടികളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവാഹാലോചനകൾ തിരഞ്ഞു പോകുന്നതും പതിവാണ്. എന്നാൽ ഇന്ന് കാലം വേറെയാണ്. സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ച് പഠിച്ച് ലിസ്റ്റിൽ കയറിയാലും ജോലി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, വിമാനമാർഗം വിദേശത്തേക്ക് ജോലി തിരഞ്ഞു പോകേണ്ട അവസ്ഥയാണ് ഉദ്യോഗാർത്ഥികൾക്ക്. ഖജനാവ് കാലിയായ സാഹചര്യത്തിൽ പണം അങ്ങോട്ട് നൽകി ഉദ്യോഗത്തിലിരിക്കേണ്ട ഗതികേടാണ് സർക്കാർ ജീവനക്കാർക്ക്. പക്ഷേ ഒന്നുണ്ട്, യൂണിയൻ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി വെല്ലുവിളി നടത്താൻ സർക്കാർ ജീവനക്കാർക്ക് ഒരു ധൈര്യമാണ്. ഞായറാഴ്ചയും ശമ്പളം ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്ന് ധരിച്ചെങ്കിലും കിട്ടാതായതോടെ തെരുവിലേക്ക് സമരവുമായി എത്തുകയാണ് സർക്കാർ ജീവനക്കാർ. സാമ്പത്തിക പ്രശ്നമാണെന്നും പരിഹരിക്കാൻ NIC ശ്രമിക്കുന്നെന്നും വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ചയും ശമ്പളം എത്തില്ല എന്ന അവസ്ഥ കൈവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 ലക്ഷം ജീവനക്കാരാണ് ശമ്പളം കിട്ടാതെ വലയുന്നത്. അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം മന്ത്രിമാർക്ക് ആർക്കും ശമ്പളം മുടങ്ങിയിട്ടില്ല. മാസം മുഴുവൻ പണിയെടുത്തവരാണ് ശമ്പളം കിട്ടാതെ 2 ദിവസമായി ഉഴലുന്നത്. മിക്കവാറും ഇടതുപക്ഷ യൂണിയനും സമരത്തിൽ പങ്കെടുക്കുന്നുവെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ഖജനാവ് കൊള്ളയടിച്ച് സർക്കാർ ശമ്പളവും കൈപ്പറ്റിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകിയാലും പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാവുന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തുടരുമെന്നും സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരും മാസങ്ങളിലും ഇത്തരത്തിൽ മുന്നോട്ടു പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം.